1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 8001 20. നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. നമ്മളുടെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, പക്രുചേട്ട, നസീസിക്ക. വെൽക്കം. നമസ്കാരം. സ്വാഗതം, സുസ്വാഗതം. നമ്മൾ പുതിയ എപ്പിസോഡിലേക്ക് ഒരുപാട് ചിരിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞു. ആർ യു റെഡി? സമയം കളയാൻ തുടങ്ങും. ഇല്ല, അതിനു മുമ്പ് എനിക്ക് തളിക്കുളത്തുനിന്ന് കുറച്ച് ആൾക്കാരെ വിളിക്കാറുണ്ട്. അവരിന്ന് അക്ഷയ സെന്റർ ഒക്കെ അടച്ച് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ സ്കിറ്റ്. ഇത് ഐറ്റം വേറെ. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ സ്കിറ്റ് വിളിക്കട്ടെ. രാജേഷ് കൊട്ടാരത്തിൽ, ഹരി ആൻഡ് സുജിത്. ലെറ്റ്സ് വെൽക്കം. ദൈവമേ, കുടുംബവും കുട്ടികളും നോക്കാത്തവന്മാർ രാവിലെ തന്നെ കള്ളു കുടിക്കാൻ വരണേ ഈശ്വരാ. എന്നാലേ എന്റെ കുടുംബം എനിക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. ദൈവമേ, എല്ലാം പറഞ്ഞതുപോലെ തന്നെ നടത്തി തരണേ എന്റെ ഈശ്വരാ. ഒന്നും മിണ്ടായിരിക്കും. നേരം വെളുത്തു നല്ല ഒരു വർക്ക് തുടങ്ങാൻ പോവാ. അന്നേരം കൊണ്ട് ഒരു കള്ളുകൂടിയനെ ഷാനം കണ്ടിട്ട് വേണം കച്ചവടം കൊടുത്തു തുടങ്ങാൻ. ഇവിടെ പണിതരൊന്നുമല്ലല്ലോ വെക്കുന്നത്, കള്ളല്ലി വെക്കുന്നത്. ഒരാൾ കള്ളല്ലി ചോദിക്കേണ്ടത്. എടാ, കള്ളായാലും അതൊരു ബിസിനസ് അല്ലയോ. അത് തുടങ്ങാൻ നേരത്ത് ഒരു കള്ളുകൂടിയനെ കണ്ടിട്ട് തുടങ്ങുന്നത് ശരിയല്ല. നീ എവിടെ പോയായിരുന്നു? ഞാൻ ഒരു കല്യാണത്തിന് പോയാണോ? ഒരു കപ്പയും എടുത്തേ. അത് കൊള്ളാം. കല്യാണത്തിന് പോയിട്ട് അവിടെ കഴിക്കാനൊന്നും കിട്ടിയില്ല നിനക്ക്? എന്റെ പൊന്നെണ്ണ, ഇപ്പം കല്യാണത്തിന് ഓരോ നിയമങ്ങളൊക്കെ വരുത്തി വെച്ചേക്കുന്ന കണ്ടില്ലയോ? അതെന്തുവാ? വിളിക്കാത്ത ആരും അകത്തോട്ട് കേറല്ലേ ഇതുപോലെ. ഞാൻ കാണാമാനുള്ളവരാ, ഞാൻ കേറിയില്ലേ. എന്റെ കൂടെ ഉള്ള വന്നമാരെല്ലാം അവിടെ ഇപ്പോണ്ട്. അപ്പൊ നിനക്ക് ഇതുവരെ ഒരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല അല്ലയോ? കപ്പയും എടുത്തേ. ആ, കഴിച്ചോ. ഇവിടെ വേറെ ആരും എടുത്തു തരാനൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. കള്ളു കുടിച്ചിട്ട് പാട്ടിട്ടുണ്ടോ? പാട്ട് ഞാൻ പാട്ടൊന്നും ഇട്ടിട്ടില്ല. ആര് പാടുന്നു? പുതിയ ആളാന്ന് തോന്നുന്നു. പുതിയ മുഖം അങ്ങോട്ട്. ആ, കള്ളുണ്ടോ? അല്ല, ഞാനിവിടെ ഷാർജ ഷേക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതെന്താണ് അങ്ങനെ ഒരു വർത്താനം? ഇവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്ന കണ്ടോ, കള്ള് ഷാപ്പെന്ന്. ഞാനൊരു ലോഹ്യം ചോദിച്ചതല്ലയോ? അന്ന് അതിന്റെ മറുപടിയാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ആ, അന്ന് എനിക്ക് കള്ള് വേണം. എവിടുന്ന് വരും? മുമ്പ് ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇച്ചിരി കിഴക്കൊന്ന് വരുവാ. അപ്പൊ എങ്ങോട്ട് പോവാനാ? ഇനി ഒരു സന്ധ്യ ആകുമ്പത്തേന് അങ്ങ് പടിഞ്ഞാറ് ചെല്ലണം. ജോസേ, ആളിനെ മനസ്സിലായോ? ഇല്ല. ഇതാണ് സാക്ഷാൽ സൂര്യഭഗവാൻ. എന്റെ പൊന്നു മക്കളെ, എന്റെ പേര് രാജു. എന്റെ വീട് കോട്ടയം പാമ്പാടിയിലാണ് എന്റെ വീട്. ഞാൻ ഇവിടെ ഒരു കൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. വീടിന്റെ കൊട്ടേഷനൊക്കെ എടുക്കുവോ? വീടിന്റെ അല്ലാതെ കാല് വെട്ടുക, കഴുത്ത് വെട്ടുക, കൈ വെട്ടുക, എന്താ പറഞ്ഞാലും വെട്ടു. വെറുതെ നിൽക്കുന്നവരെല്ലാം വെട്ടുവോ? തോടത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. എനിക്ക് പിന്നെ വേറൊരു പരിപാടി ഉണ്ട്, പാമ്പ് എടുത്തോണ്ട്. ഈ കൊട്ടേഷൻ ഞാൻ ചിലപ്പോ അങ്ങ് ഒഴിവാക്കും. എന്റെ ഈ ഇതിന്റെ വടിവാളിന്റെ വാർത്തല മൊത്തം പോയെന്നോ. അതെങ്ങനെ? എന്നോടടുത്ത് പറഞ്ഞ കാല് വെട്ടാനാ. ഞാൻ കേറി അങ്ങ് ഏറ്റു. ഇവൻ എന്നാ പറയണ്ടേ, ആ കാലെ കമ്പി ഇട്ടേക്ക് വരുന്നു. അതിനിട്ടായി വെട്ടിയത്. ഇപ്പം പറഞ്ഞായിരുന്നു ഞാൻ ഒരു ആക്സോബ്ലേഡ് ആയാലും കൊണ്ട് അത് കണ്ടിട്ട് മുറിച്ചായാലും മാറ്റിയേനെ. ഞാനിത് അറിയുന്നോ. അതിന്റെ വാർത്തലങ്ങ് പോയി. പിന്നെ ഇപ്പൊ പാമ്പിനെ പിടുത്തം തുടങ്ങിയിട്ടുണ്ടല്ലോ. അതിനെ പോയിട്ട് വന്നതാണോ? പിന്നെ നമ്മുടെ നിങ്ങൾ ഈ അടുത്ത ദേശത്ത് ഞാൻ പോയി പാമ്പിനെ പിടിച്ചു. പിടിച്ചാ? ഇല്ലെന്ന്, അതതിലെ കണ്ട് അങ്ങ് പോയി. എന്താ ഇത്? ഇന്നലെ ഞാൻ പിന്നെ എന്റെ പാമ്പിനെ കൊണ്ട് ഞാനിങ്ങ് പോകുന്നു. അതാ ഇപ്പൊ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്. പാമ്പിനെ കൊണ്ട് കയറ്റി കൊണ്ട് വരുന്നത് എന്റെ സുഭാഷ് അതിനകത്ത് കിടക്കുന്നത് നിനക്കറിയോ? അവൻ എന്തായാലും പറ്റിയോ ഞാനൊന്ന് നോക്കട്ടെ. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്തോക്കളെ, എന്തോ പറ്റിയടാ? നെറ്റി ഇടിച്ചോ? അതാ കണ്ണിൽ കൂടെ എല്ലാം വെള്ളം വരുന്നു. സാരമില്ല കേട്ടോ. മാറ്റിപ്പിടി എണ്ണ എടുത്ത് എന്റെ കയ്യിലല്ലയോ ഇരിക്കുന്നേ. എടോ, നിങ്ങൾ അതിനൊന്നും കൊണ്ട് കളയൊന്നു. പാമ്പിനെ കൊണ്ട് നടക്കാതെ. ഞാൻ ഇതുകൊണ്ട് ഇവിടെ ഇരുന്നോട്ടെ. എനിക്കൊരു കപ്പ് കള്ളതാ. ഒരു കപ്പ് കള്ളങ്ങ് യോതിര്. ഒരു അടപ്പ് കൂടെ തരണേ. എന്തിനാ ഈ അടപ്പ്? ഇവന് സുമേഷിന് കൊടുക്കാൻ. ഒരടപ്പിനകത്ത് ഒരടപ്പൂടെ തരാനാ എന്റെ പൊന്നെ. ഞാനല്ലേ ഇതിനകത്താന്നല്ലോ അവൻ കൊടുത്തോളാം. എനിക്ക് വയ്യ. അവന് ഇച്ചിരി കുടിച്ചില്ല ഉണ്ടല്ലോ, ഭയങ്കര കുടി. നീന്റെ ആവശ്യം കൂടി, നീന്റെ ആവശ്യം കൂടി. എനിക്ക് സ്വന്തമായിട്ട് 3 മക്കളായിരുന്നു. ഒന്നിവനാ, ഒന്ന് സുരേഷ് ഇതിനകത്ത് കിടപ്പുണ്ട്. കൂടാതെ ഒരുത്തനെ ഞാൻ ഓമനിച്ച് ഞാൻ വളർത്തി. അവന്റെ പേര് സാബു, ഇരുതലമൂരി. പാമ്പുണ്ടോ? അങ്ങനെ ഒരു പാമ്പുണ്ട്. അതിന് വാലില്ല. അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും തലയായി. 2 തലയോ? 2 സ്വഭാവമുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിന്റെ പെണ്ണുമ്പിള്ള. അണ്ണം പറയണ. ഞാൻ പറഞ്ഞു വരട്ടെ. ഈ 2 അറ്റത്തും തലയല്ലേ ഈ പാമ്പിന്. ഞാനൊരു ദിവസം സന്ധ്യക്ക് കയറി വന്നപ്പോ ഉണ്ടല്ലോ, ഇവന്മാര് മൂർഖന്മാര് 2 പേര്, സുമേഷും രതീഷും അവിടെ നിന്ന് എലിയെ പിടിച്ചോണ്ടിരുന്ന് കളിക്കുക. ഏതാണ്ട് പരിപാടി ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോ ഈ സാബു ഇല്ല. എവിടെ പോയി? ഞാൻ അവിടെ മുറ്റത്തിറങ്ങി, സാബു മോനെ
ഞാൻ നീട്ടി വിളിച്ചു. വിളിച്ചമാര് വാശിപ്പുറത്ത് അച്ചാച്ചോന്ന് വിളിച്ചോണ്ടേ ഒരുത്തൻ അങ്ങോട്ടും ഒരുത്തൻ ഇങ്ങോട്ടും കൂടെ പിടിക്കുക. രണ്ടും കൂടെ സെന്റർ വെച്ച് വലിഞ്ഞ് പൊട്ടി അങ്ങ് ചത്ത്. അങ്ങനെ ആ ഇതെല്ലാം ഒരു സാബു അങ്ങ് ചത്തു. ഇതെല്ലാം കഴിഞ്ഞ ഒരു പച്ചലപ്പാമ്പ് വന്ന് ഇങ്ങോട്ട് എന്ന് പറയാം തല തല്ലി കിടന്ന് അങ്ങ് കരയുക. കരഞ്ഞങ്ങ് ചത്തു. ഈ പച്ചലപ്പാമ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ പച്ചലപ്പാമ്പ് പറക്കും എന്നൊക്കെ പറഞ്ഞു. നാഗങ്ങളൊക്കെ പറന്നു പോത്തില്ല എന്നാ? നാഗങ്ങൾ പറക്കും. നാഗങ്ങൾ അങ്ങ് ഹൈറ്റ് എവിടെ പോയി പറന്ന് ലാൻഡ് ചെയ്യുന്നേ? അതിന് നമ്മുടെ ഇവിടെ സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, നാഗാലാൻഡ്. ഞാൻ കേട്ടിട്ടുള്ളോ? അവിടെ നാഗാലാൻഡിലാ. നാഗാലാൻഡിലാണ് അങ്ങനെ സ്ഥലം? അല്ല, എന്റെ വീട് ഞാൻ പറഞ്ഞില്ലേ പാമ്പാടി. ഈ പാമ്പാടി സ്ഥലം എങ്ങനെ ഉണ്ടായെന്നറിയോ? അത് പറ. 74-ലാന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ വർഷമാണ്. ഞാനും എന്റെ പെണ്ണുമ്പിള്ളയും കൂടെ അങ്ങനെ ടൗണിൽ കൂടെ വരുവാ. അവിടെ കോട്ടയത്ത് വന്നപ്പോഴത്തേന് ടൗണിൽ എന്തോ ഒരു ജീവി കിടക്കുന്നു. എനിക്ക് മനസ്സിലായി ഇത് അന്നാക്കോണ്ടയാന്ന്. എനിക്ക് മനസ്സിലായി. പക്ഷെ ഇവക്ക് മനസ്സിലായല്ലോ. ഇവൾ എന്നോട് ചോദിച്ചു അതെന്തുവാന്ന്. ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞ എടി പാമ്പാടി, ഇത് പാമ്പാടി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പാമ്പാടി ഉണ്ടായേ. പിന്നെ പാമ്പാടി അത് കഴിഞ്ഞ ഈ പാമ്പ് അടങ്ങിയിരുന്നില്ല. നേരെ കോട്ടയത്ത് നിന്ന് വേറൊരു മൈതാനത്ത് പോയി. മൈതാനത്ത് എന്നിട്ടോ അവിടെ ചെന്നിന്റെ പടം വെക്കാൻ പൊഴിഞ്ഞു. അതാ നാഗമ്പടം മൈതാനം. ഈ പാമ്പ് ജീവിച്ചിരിപ്പുണ്ടോ? എന്താ 1.5 സെന്റ് വസ്തു കിടപ്പുണ്ട്, പേരിടാനായിരുന്നു. പാമ്പിനെ വെച്ചോ നീ വേറെ പണി നോക്കണം. കുഴപ്പമില്ല, എന്റെ കയ്യിലല്ലോ. അതല്ല, ഒരു കുപ്പി കള്ളെണ്ണ. അല്ലെ അന്ന് ശ്രദ്ധ അങ്ങോട്ടല്ലേ? ഈ പുള്ളിയുടെ കാര്യം കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ ഭാര്യ എന്തി? അവൾ ഒരാഴ്ച വീട്ടിൽ പണങ്ങി പോയില്ലയോ? പണങ്ങി പോയി. അതൊക്കെ ജോലി ചെയ്തിട്ട് ഒന്ന് ആഹാരം കഴിച്ചിട്ട് അങ്ങ് കുത്തല്. അവക്കോ? എനിക്ക് ഇതൊക്കെ പറഞ്ഞാ കേക്കുവോ? അവളോ? ഞാനേ അത് മാത്രമാണോ? വീട്ടിൽ ചെന്നപ്പോ കേട്ടോ പാമ്പാട്ടി അണ്ണ? രാജു പാമ്പാടി അണ്ണത് കേട്ടോണം. ഈ 2ാം ക്ലാസ് ഇവിടുന്ന് എന്റെ ചെറുക്കൻ എന്നെ കണ്ടപ്പോ ഓടി വരുവാ. ചാച്ചാന്ന് പറഞ്ഞ് ഓടി ഇങ്ങോട്ട് വന്നിട്ട് എന്റെ മുഖത്ത് നോക്കി പറയുവാ, ഇന്ത്യ ഈസ് മൈ കൺട്രി. എന്ന് വെച്ചാൽ എന്തുവാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺട്രി ഞാനാന്ന്. ഉടനെ തള്ള പ്രോത്സാഹിപ്പിക്കുന്നു, ഇങ്ങനെ പഠിച്ച് കേറി വാ മോനേന്ന്. അത് കൊള്ളാവോ? അത് കൊള്ളത്തില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാവോ? ഞാൻ ശരിക്കും അടി കൊടുക്കാൻ വേണ്ടി ഇരിക്കുക. പിള്ളേരെ അടിക്കരുത്. ഞാൻ അടിക്കും. മക്കളെ അടിക്കരുത്. എന്തോ ചെയ്യും? കൊട്ടേഷൻ കൊടുക്കണം. അത് വലിയ പൈസ ആകത്തില്ലേ? ഇല്ല, ഞാൻ ഏറ്റു. എനിക്ക് ഒട്ടേഷൻ പരിപാടി ഉണ്ടല്ലോ. ഇപ്പൊ പയ്യൻ ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പൊ കുഞ്ഞു പിള്ളേരല്ലേ? അപ്പൊ നുള്ളു മതിയല്ലോ. മതി. നിങ്ങള് നന്നാക്കിയാ മതി അവനെ. നുള്ളിയെന്ന് ആര് ഞാൻ ഏറ്റു. അവനുള്ള സൈറ്റ് ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോ? പെരിങ്ങനാട് സ്കൂളിൽ അവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പെരിങ്ങനാട് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥലം. അവൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ അവിടെ ഇറങ്ങും. കൈ കഴുകാൻ പൈപ്പിന്റെ ചുവട്ടി വരുമ്പം ചന്തിക്ക് നല്ല നുള്ളു കൊടുക്കണം. ഫോട്ടോ ഉണ്ടോ? ചന്തിയുടെയോ? കുഞ്ഞിന്റെ? അത് ഞാൻ തരാം. പക്ഷെ വേറൊരു കാര്യമാണ്, നിങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് അത് ഡീലാക്കിയെന്ന് 3ാമതൊരു കൈ അറിയാൻ പാടില്ല. അണ്ണനെ വിശ്വസിക്കാം. എന്റെ എല്ലാ രഹസ്യങ്ങളും അണ്ണൻ അറിയാം. അണ്ണനെ 100% വിശ്വസിക്കാം. ആരോടും പറയത്തില്ല. ഇല്ല അണ്ണൻ പറയത്തില്ല. എന്റെ പാമ്പാട്ടി എന്നോടൊരു കാര്യം, ഒരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ മനസ്സിൽ നിൽക്കും. അപ്പൊ നമുക്ക് വിശ്വസിക്കാം. എന്താ വേണേലും പുള്ളിയോട് 100% വിശ്വസിക്കാം. നമുക്ക് പറയാൻ പറ്റും. എനിക്കിപ്പോ ഉള്ള അടിച്ചപ്പോ ഒരു ആഗ്രഹം. എന്തുവാ? ഞാൻ ഇന്നലെ എറണാകുളത്ത് പോയ ബാറിൽ അവിടെ നല്ല രസമായിരുന്നു. ക്യാബറ ഡാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് കുട്ടിത്തുണി ഇട്ടുള്ള ഡാൻസ് കാണണമെന്ന്. അതിന് ആര് കളിക്കും ഇവിടെ? എനിക്കറിയാൻ വയ്യ. അത് കാണിച്ചില്ലായിരുന്നു. ഇവിടെ വലിയ തലമ്പിയായിരുന്നു ഇവിടെ ഉണ്ടാക്കും. വെട്ടുകത്തിയൊക്കെ കയ്യിലുണ്ടേ. എനിക്ക് പേടി. ഞാൻ ഒരു കാര്യം ചെയ്യാം, പോയി എന്തെങ്കിലും സെറ്റപ്പ് ചെയ്തോണ്ട് വരാം. എനിക്കറിയില്ല, ഞാൻ വെട്ടിട്ട് വരാം. കുറച്ച് കാര്യങ്ങളെ ഇരിപ്പുള്ളേ. അത് ഞാൻ വെട്ടു. അണ്ണ ഈ പാമ്പ് പിടുത്തമൊക്കെ എങ്ങനെ പഠിപ്പിച്ചണ്ണ? അയ്യോ, പാമ്പ് പിടുത്തം അവിടെ ഇല്ല. പാമ്പ് പിടുത്തം ഞാൻ പഠിച്ചങ്ങനെ അറിയോ? ഞങ്ങളുടെ മാമൻ ഭയങ്കര പാമ്പ് പിടുത്തമായിരുന്നു. ഇപ്പൊ ആളില്ല, മരിച്ചുപോയി. എന്താ പറ്റിയത്? മാമനെ മുണ്ടാക്കത്ത് ഒരു വീട്ടിലെ പാമ്പിനെ പിടിക്കാൻ പോയതാ. അവിടെ ചെപ്പോ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ആക്കി കല്ലിന്റെ പൊത്തിലോട്ട് ഇങ്ങനെ കൈ അങ്ങോട്ട് ഇട്ടപ്പത്തേന് ചീറ്റി. പാമ്പ് ചീറ്റിയോ? പാമ്പല്ല, മാമന്റെ പ്ലാൻ അങ്ങ് ചീറ്റി. പിന്നെ 2 സെക്കൻഡേ ഇരുന്നുള്ളൂ. പാമ്പാ മാമൻ. അന്നേരം മാമൻ അങ്ങ് തീർന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ ഈ പാമ്പിനെയൊക്കെ പിടിക്കുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി കഞ്ഞി കുടിച്ചൊക്കെ പോകുന്നത്. കൊട്ടേഷന്റെ പരിപാടിയൊന്നും ഇല്ല. എന്റെ ഡാൻസ് എന്തി എന്റെ പൊന്നോ. വരുന്നടാ, എനിക്ക് ഡാൻസ് കാണണം. മലയിലെ മരത്തിലെ കാറ്റിൽ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ പാടം പൂത്തതറിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മണന്തേ നാടൻ കാറ്റു കിതച്ചോടും കാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താനകർ 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 താനിന്തോ
എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ഡാൻസ്? ഞാൻ വീട്ടിൽ ചെറുക്കന് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുവാണേ. ആ ഇതുവോ? ഈ ജാതിക്ക് കണ്ടിട്ടുണ്ടോണ്ണേ? പിന്നെ ഞങ്ങളുടെ മുറ്റത്ത് വെപ്പില്ലേ? ഉണ്ടോ? അതിന്റെ അകത്ത് കറുത്ത കുഴുണ്ടേ, അത് കല്ലിനാട്ട് ഇങ്ങിട്ട് ഉരയ്ക്കണം. ചുക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂൺ അങ്ങ് കുടിക്കണം. അതെന്തിനാ? ഈ വിറക്കത്തിന് അതാ നല്ലത്. നീ എന്റെ 2000 രൂപ മര്യാദയ്ക്ക് തരണം കേട്ടോ. പൈസ ഞാൻ തരും. ആഹാ, കള്ള് ഇത് മതിയോ നിങ്ങൾക്ക്? ഇത് കള്ള് അതെങ്കിൽ അത് അവിടെ വെച്ചിട്ട് പോകും. ഇതടുത്തല്ല ഇവിടെ പോവാ. പിന്നെ ഇങ്ങനെ കാണിച്ച പിന്നെ 5 കുപ്പിയുടെ വേണ്ടി വരുമെന്നാ പറഞ്ഞു. ദൈവമേ, ഇവിടെ കൊണ്ടുപോയി കള്ളയിലാണോ ചെന്ന് പിടിക്കുന്നത്? കുടിക്കേ. ഒരു കാര്യം ചെയ്, എന്റെ പൈസ എത്രന്ന് പറ. ഇത് കപ്പ വാങ്ങിച്ചില്ലല്ലോ, പാമ്പ് കുടിച്ചത് ഉൾപ്പെടെ പറ. 1200 രൂപ തരണം. അങ്ങോട്ട് വരോ? പിന്നെ 300 രൂപ എക്സ്ട്രാ. അതെന്തോ ഇന്ത്യ ഇതില്ലേ, ഇതിന്റെ 300 രൂപ ഡാൻസിന്റെ. 300 രൂപയും പോയി. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ എന്റെ പൈസ ഒന്നുമില്ല. ഇപ്പൊ ഒരു കാര്യം ചെയ്യും, നാളെ ഞാൻ കൊണ്ടുതരാം. എന്റെ പൈസ ഒന്നുമില്ല. അതിനൊരു പാട്ട് പാട്. പൈസ ഇല്ലെങ്കിൽ പാട്ട് പാടിയിട്ട് പോകും. ഞാൻ പാട്ട് പാടാം, പക്ഷെ നിങ്ങൾ അത് ഏറ്റു പാടണം. ഉറപ്പാണോ? ശരി. പാടണേ. ശരി, 1 2 3 4. കള്ളു കുടിച്ചിട്ട് ഞാൻ വട്ട് കളിക്കുമ്പം നോക്കി നിൽക്കരുതേ, പാമ്പെ ചീറ്റി നിൽക്കരുതേ. കേട്ടല്ലോ? കേട്ടു. പഠിച്ചോ? പഠിച്ചോ. അങ്ങനെ ഉണ്ട്. അത് പാടാ. മൈക്ക് വേണമല്ലേ? പിന്നെ ഈ ടാപ്പിലാ മൈക്ക്. മൈക്ക് വേണ്ട, നമുക്ക് ഇത് മതി. ഇതെന്റെ മൈക്ക്. അല്ല, അതെങ്കിൽ ഒത്തും ചെയ്യല്ലേ. എന്റെ മൈക്ക് കേട്ടോ. 1 2 3 4. കള്ളു കുടിച്ചിട്ട് ഞാൻ വട്ട് കളിക്കുമ്പം നോക്കി നിൽക്കരുതേ, പാമ്പെ ചീറ്റി നിൽക്കരുതേ. കള്ളു കുടിച്ചിട്ട് വട്ട് കളിക്കുമ്പം നോക്കി നിൽക്കരുതേ, പാമ്പെ ചീറ്റി നിൽക്കരുതേ. കള്ളു കുടിച്ചിട്ട് ഞാൻ വട്ട് കളിക്കുമ്പം നോക്കി നിൽക്കരുതേ, പാമ്പെ ചീറ്റി നിൽക്കരുതേ, പാമ്പെ ചീറ്റി നിൽക്കരുതേ, പാമ്പെ ചീറ്റി നിൽക്കരുതേ, പാമ്പെ ചീറ്റി നിൽക്കരുതേ, പാമ്പെ. പിന്നെ കഴിഞ്ഞല്ലോ. പാമ്പെ എന്റെ ഇപ്പൊ കടിച്ചോടാ. കടിച്ചു. എന്റെ ദൈവമേ. നല്ലൊരു കള്ളുഷാപ്പായിരുന്നു അല്ലേ? കള്ളുഷാപ്പിന് നല്ലൊരു കൈഡി. പക്രുച്ചേട്ടാ, ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ. ഭയങ്കര ആകാംക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു. നിരാശപ്പെടുത്തിയില്ല. കുഴപ്പമില്ലാത്തൊരു സ്കിറ്റായിപ്പോയി. നമ്മൾ വലിയ പ്രതീക്ഷയോടെ കൂടി വരുമ്പോൾ നമ്മൾ പ്രതീക്ഷയ്ക്ക് ഒത്ത് കിട്ടാതെ വരുമ്പോൾ ഉള്ള ഒരു ചെറിയ നിരാശ അവിടെ ഇവിടെ കിടപ്പുണ്ട്. കാരണം എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ടൈമിങ് പ്രശ്നമായിരുന്നു. നിങ്ങൾ സ്ഥിരമായിട്ട് കളിക്കുന്ന ആ ഒരു സ്പീഡ്, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ മുഴുവൻ 100 നിലയിൽ പൊട്ടിപ്പോയ പോലെ ഒരു ചെറിയ തോന്നൽ കിടപ്പുണ്ട്. ഒരു ഷാപ്പിലേക്ക് ഒരു പാമ്പിനെയും കൊണ്ട് ഒരാൾ വരുമ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് തമാശക്കുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു കണ്ടൻറ്റ്, ഒരു സ്കിറ്റിൻ്റെ ഒരു ത്രെഡ് നല്ലതായിരുന്നു. അടുത്തതിൽ പൊളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മേക്കപ്പ് ചെയ്യുക. കാരണം എല്ലാ സ്കിറ്റും ഒരുപോലെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും നിങ്ങളിൽ നിന്ന് ഒരുപാട് നല്ല നല്ല സ്കിറ്റുകൾ വരാനുണ്ടാവണം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കണ്ണേറ് കെട്ടി പോലെ വിചാരിച്ചാൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. അസീർക്ക, അല്ല, ചില സ്കിറ്റുകൾ നമുക്ക് നന്നാക്കാം, ചില സ്കിറ്റുകൾ നമുക്കിതിനെ മോശമാക്കുകയും ചെയ്യാം. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ റിഹേഴ്സലിൻ്റെ ഒരു പോരായ്മയാണ് ഇതിൽ മനസ്സിലായത്. അപ്പം നമ്മൾ എന്ത് സാധനം ചെയ്താലും നമ്മൾക്ക് ഓക്കെയാണ് എന്ന് തോന്നിയാൽ മാത്രമേ കയറി ചെയ്യാവുള്ളൂ. അത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ നിൽക്കരുത്. ഇതിൻ്റെ അകത്ത് എവിടെയൊക്കെയോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എവിടെ കൊണ്ട് ഇടണം, എന്ത് പറയണം, എങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനാണ് മൊത്തത്തിൽ 3 പേർക്കും ഉണ്ട്. അത് കേട്ടോ, നമുക്ക് കൊണ്ട് രസിക്കാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. മോശമാണെന്ന് പറയുന്നില്ല, നല്ല സബ്ജക്റ്റുമാണ് നിങ്ങൾ കൊണ്ടുവന്നത്. ഒരുപാട് കളിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഷാപ്പ് എന്ന് പറയുന്നത്. ഏതായാലും ഓക്കെ, അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഹാപ്പി ആയിട്ട് നല്ല സബ്ജക്റ്റും നല്ല കൗണ്ടറുകളും നല്ല ചിരിപ്പിരിയുമായിട്ട് വരിക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ രാവിലെ ഇവിടെ ഒന്ന് ആദ്യം ചോദിച്ചത് നിങ്ങളുടെ ടീമിനെയാണ്, ഇന്ന് ഇവരുടെ സ്കിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ട്, ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഭയങ്കര ഫാൻസും ഉണ്ട് നിങ്ങൾക്ക്. ഞാൻ പോകുന്ന പല ലൊക്കേഷനിലൊക്കെ നിങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര അഭിപ്രായങ്ങൾ പറഞ്ഞു. രാജേഷ് കൂട്ടാരത്തിൽ, ഹരി, സുജിത്ത് എന്നൊക്കെ പറഞ്ഞു ഉഗ്രൻ ടീം എന്ന് പറഞ്ഞു പല ആൾക്കാരും പറയുന്നുണ്ട് സീരിയസ്ലി. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ സത്യം പറഞ്ഞാൽ ഞാനും ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ പക്രുചേട്ടൻ പറഞ്ഞതുപോലെ എന്തൊക്കെയോ സംഭവിച്ചതാണ്, കാരണങ്ങളൊന്നും പറയുന്നില്ല, പൊളിക്കും എന്ന വിശ്വാസത്തോടെ. കാരണം നിങ്ങൾക്ക് ഇവിടെ നമ്മൾ ആവശ്യമുള്ള ടീമുകളാണ്. ഇനി പൊളിക്കില്ലേ രാജേ, ഹരി, സുജിത്ത്? ഓരോല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അസീസിക്ക. അപ്പോൾ നമുക്ക് ഈ സ്കിറ്റിൻ്റെ മാർക്സ് അറിയാം. പക്രുച്ചേട്ടാ 6. 6000 രൂപ. അസീസിക്ക? ഞാനൊരു 4. ടോട്ടൽ 10000 രൂപയായിട്ടുണ്ട്. അസീർക്ക, ടോട്ടൽ എമൗണ്ട് അവിടെ 15000 രൂപ. ഇപ്പോഴത്തെ ഈ മാർക്ക് കാര്യമാക്കണ്ട. അടുത്ത പ്രാവശ്യം ടെൻഷനൊന്നും ഇല്ലാതെ വന്ന് ഉഷാറായിട്ട് സ്കിറ്റ് ചെയ്ത് കുറെ ഞങ്ങളെ ചിരിപ്പിക്കും. അല്ല, അടുത്ത പ്രാവശ്യം നമുക്ക് പൊളിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഹരി, താങ്ക് യു.
ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ തന്നെ ഒരു കിടിലൻ ഐറ്റം ടീമാണ് വരാൻ പോകുന്നത്. ഓക്കെ, വിളിക്കട്ടെ. പ്രസാദേട്ടൻ, സജ്ജേട്ടൻ, വിനിൽ. അടിപൊളി. റേഞ്ച് കിട്ടുന്നില്ല. ഇല്ല, ഞാനേ നമ്മളെ തമ്പിയുടെ വീട് വരെ വന്ന്. ആ തമ്പി അല്ലടാ, അയ്യോ പുല്ല് പൊട്ടി ഇപ്പൊ അതിനകത്ത് കയറ്റി അടിക്കാം. അല്ല എന്ത് ചെയ്യാനാ? എടാ ആ തമ്പി അല്ല, നമ്മളെ വലിയ തമ്പി ഇല്ലയോ, ആ കക്ഷിയുടെ വീട് വരെ വന്ന്. എടാ അവന്റെ ഭാര്യയുടെ മരിച്ചുപോയ വല്യച്ഛന്റെ അസ്ഥി എടുക്കുന്ന ദിവസമാണ്. അതല്ല, മരിച്ചിട്ട് 1 വർഷമായി. കാര്യം ഇവന്റെ ഈ തമ്പിയുടെ ഭാര്യ അങ്ങ് അമേരിക്കയിലായിരുന്നല്ലോ. ആ പെണ്ണ് അവിടെ തിരിച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന്. ഞാൻ ഇവിടെ നിൽക്കാനോ വരുമ്പം എല്ലാം സ്കോച്ച് കൊണ്ട് 2 പേക്കടിക്ക് ഞാൻ 5 ചന്തിയിലെ പൊടി ഞാൻ പോകും. നീന്റെ പണി നോക്ക്. അല്ല പിന്നെ എടാ തമ്പിയേ, എടാ വലിയ തമ്പിയേ. നീ വായിക്കാത്ത വലിയ പൈപ്പും അടിച്ചു കേട്ടിട്ട് കക്കക്കാതിരിക്കാൻ നീ ആര്? ജോസ് പ്രകാശ്. ഇന്നെന്റെ ഭാര്യ അങ്ങ് അമേരിക്ക. അളിയാ, ഇന്ന് അവൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരത്തില്ലേടാ. അപ്പൊ അവള് കയറി വരുമ്പോഴേ അവളെ മുമ്പിൽ ഒരു പത്രാസായിട്ട് ഞാൻ നിൽക്കണ്ടേ? അല്ലെങ്കിൽ മോശമല്ലേ? എങ്ങനെ ഉണ്ടല്ലിയാ എന്റെ വേഷം? ഈ ചടങ്ങിന് ഒരു ബലിക്കാക്കട കുറവുണ്ടായിരുന്നു, അതങ്ങ് തീർന്നു. പേക്കോലം കെട്ടിക്കൊണ്ട് നിൽക്കാതെ. അല്ലേ പിന്നെ കാര്യങ്ങളെല്ലാം നീ നോക്കി നടത്തി എന്റെ കൂടെ നീ ഒന്ന് നിക്കണേളിയാ. ഒരു ടെൻഷനും വേണ്ട. ഈ അസ്ഥി ഒടുക്കുന്നതിനെ വരെ ഞാൻ നിന്റെ കൂടെ കാണും. അതറിയാൻ മതി കേട്ടാ. പിന്നെ അവൾ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ നസ്തി മാന്തി എടുക്കുന്നു, കൊണ്ടൊടുക്കുന്നു, പിറ്റേ അവൾ അമേരിക്ക തിരിച്ചു പോകുന്നു. എവിടെ നസ്തി മാന്തി എടുക്കുന്നു? ഇവിടെ നിന്ന്. ഇവിടെ പണ്ട് നമ്മളെ കൈസർ വെട്ടെ കുടിച്ചിട്ട് സ്ഥലം എന്റെ വല്യച്ഛന്റെ അസ്ഥി. അതല്ല എടാ, കൈസർ വെട്ടി എത്തപ്പോ ഞാനല്ലേ എടാ കൈസർ വെട്ടി ഇവിടെ കുടിച്ചിട്ട്. പിന്നെ നിന്റെ ഭാര്യയുടെ വല്യച്ഛന്റെ അസ്ഥി ഇവിടെ അങ്ങനെ വന്നു. ഇവിടെ അങ്ങനെ ഞാൻ സത്യം പറയാം. കാര്യം പറ. എടാ, ഇവളെ വല്യച്ഛൻ മരിച്ചപ്പം ആ ബോഡി എടുത്ത് മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് ഞാൻ പഠിക്കാനായിട്ട് അങ്ങ് കൊടുത്ത്. അല്ലാതെ അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കുടിച്ചിട്ടിരിക്കുക എനിക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാ? ഇതാകുമ്പോ പിള്ളേര് പഠിക്കാൻ ചെയ്യും. ഒരാതുര സേവനോടാ. യാതൊരു സേവനമല്ല. നീ നിന്റെ വല്യച്ഛന്റെ വസ്തു എടുത്ത് നീ വിറ്റ്. പോക്കൃതരം പറയരുത്. വിറ്റില്ലേടാ? ഞാൻ വിറ്റില്ല. വിറ്റ്. എത്ര രൂപയ്ക്ക്? 150 രൂപയ്ക്കടാ. കപ്പലണ്ടി കുരുവല്ലേ 150 രൂപയ്ക്ക് വിൽക്കാനായിട്ട്? 150 രൂപയ്ക്ക്. എടാ സത്യം പറ, എത്ര രൂപയ്ക്ക് വിറ്റ്? 150. 1.5 ലക്ഷം രൂപ. പെണ്ണും പിള്ളേടെ വല്യച്ഛനെ വിറ്റിട്ട് 1.5 ലക്ഷം രൂപ മാച്ച് തിന്നിട്ട് ഞെളിഞ്ഞു നിൽക്കുന്ന വൃത്തികെട്ടവൻ. ശരി, 1.5 അങ്ങനെ. എനിക്കെങ്ങനെ നിനക്കെങ്ങനെ? മനസ്സിലായില്ല. എനിക്കെത്ര നിനക്കെത്ര എന്ന് അങ്ങോട്ട് ക്ലിയർ ആയില്ല. അത് ശരി, നിന്റെ പെണ്ണുമ്പിള്ള വരുമ്പോഴത്തേന് ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലായി. അതല്ലോ, നിനക്ക് പാതി എനിക്ക് പാതി. അളിയ പിന്നെ അവൾ ഇങ്ങോട്ട് വന്നു കയറിയാണ്. ഈ കാര്യം നീ വിളിച്ച് പറഞ്ഞു കൊടുക്കല്ലേ. എടാ, ഈ വല്യച്ഛനുണ്ടല്ലോ, മക്കളൊന്നുമില്ല, ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട്, കല്യാണവും കഴിച്ചിട്ടില്ല. ഈ മക്കളില്ലാത്ത വല്യച്ഛ ഇവളെ എടുത്ത് വളർത്തിയതല്ലേടാ. ഈ പറയുന്ന കേട്ടോ ഞങ്ങളെ കുട്ടനാട് വിത്തിട്ട് മുളപ്പിച്ചാന്ന് ഞങ്ങളെ എടുത്ത് തന്നെ വളർത്തി. ഇത്തരം ക്ലാസ് ഒന്നും വേണ്ട. ഇങ്ങോട്ട് കയറണ്ട. അതൊക്കെ പോട്ടെ. എടേ, നിന്റെ ഈ വല്യച്ഛന് ഇത് എങ്ങനെടേ ചത്തുപോയത്? റബ്ബറും പാൽ കുടിച്ചോളൂ തുള്ളിച്ചാട്. പറ, നിന്റെ ഈ വല്യച്ഛൻ എങ്ങനെ ചത്തത്? തുള്ളിച്ചാടി കിടന്ന മനുഷ്യനാ. സത്യോളിയാ, എനിക്കും അറിഞ്ഞൂടാ എങ്ങനെ ചത്തെന്ന്. ഇവൾ അമേരിക്കയിൽ പോകാൻ നേരത്ത് വല്യച്ഛനെ എന്റെ കൈ പിടിച്ചേപ്പിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ വല്യച്ഛനെ പൊന്നുപോലെ നോക്കിക്കോളണം, ഒരു കുറവും വരുത്തല്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നോക്കാതിരിക്കാൻ പറ്റുമോ? നോക്കണം. അതുകൊണ്ട് നേരം പരവരാന്ന് വെളുക്കം പാളിയാ ഈ വലിപ്പമുള്ള 5 ലഡു, 1 തൊട്ടി കരിമ്പിൻ ജ്യൂസ്, ഇതൊക്കെ ഒരു ദിവസം പോലും മുടങ്ങാതെ ഡെയിലി ഞാൻ അങ്ങേർക്ക് കൊടുത്തോണ്ടിരുന്നതാ. ഇത്രയും പോഷകമുള്ള ആഹാരം കഴിച്ചിട്ട് എങ്ങനെ ചത്തെന്ന് എനിക്ക് അറിഞ്ഞൂടളിയാ. ചത്തതല്ല, നീ കൊന്നതാ. അതും കരിമ്പും ജ്യൂസ് കൊടുത്ത് ഷുഗർ പിടിപ്പിച്ചല്ലേടാ പട്ടി. എടാ, ആ പാവത്തിന് എലിവിഷം കൊടുത്തിരുന്ന ഒറ്റയടിക്ക് ചത്തേനായിരുന്നു കേട്ടോ. ഷുഗർ പിടിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്തല്ലോടാ വൃത്തികെട്ടവനെ. അറിയാ, ഈ കാര്യങ്ങൾ നീ ഞാനും അല്ലാതെ 3ാമത് ഒരാൾ അറിയരുത്. അറിയത്തില്ല. പൈസയുടെ കാര്യം എങ്ങനെ? അതൊക്കെ ഓക്കെയാണ്. നിനക്ക് പാതി എനിക്ക് പാതി. പിക്കപ്പിനകത്ത് അസ്ഥി കൊടുക്കാൻ കൊണ്ടുപോയി. ഞാൻ പിക്കപ്പ് ഒന്നും വിളിച്ചില്ലല്ലോ. ഡ്രൈവർ പിക്കപ്പാന്ന് വിളിക്കുന്നു. അത് ബിഗ് പപ്പ അല്ല, എന്റെ ഭാര്യ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് ബിഗ് പപ്പ എന്ന് വിളിച്ചതാണ്. മനസ്സിലായില്ല? വല്യച്ഛാന്ന് വിളിച്ചേടാ. ബിഗ് പപ്പ. കണ്ണോട് കണ്ണിടയും കരിവണ്ണിന്റെ കണ്ണുള്ള പെണ്ണല്ലേ നീ. കണ്ണോട് കണ്ണിടയും പകലാറവേ ചായവേ മഴ ചാരവേ.
എന്തോ കബളി കളിക്കുന്നത്? എന്നെ നമുക്ക് വിട്ടുകൊടുക്കല്ലേ അളിയാ? കൊടുക്കല്ലേന്നോ? എന്നെ വാരി പുണരാനായിട്ട് വിളിക്കലേ അളിയാ? ഒരു വർഷം കഴിഞ്ഞ് അമേരിക്കന്ന് വരികയല്ലയോ, ഒന്ന് പുണർന്നോട്ടടാ. ഇവൾ അമേരിക്കയിൽ പോകാൻ നേരത്ത് എയർപോർട്ടിൽ വെച്ച് എന്നെ ഒന്ന് വാരി പുണർന്ന് എന്നെ അവിടെ നിന്ന് പഠിച്ചെടുത്തോണ്ടാണ് പോയത്. 1.5 മാസമോളളിയാ ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നത്. നിനക്കറിയാവോ? എന്നെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ പറയാണ്, ഇതെന്തോന്നാ എക്സ്റേ ആണ്, അത് അരിമുറുക്ക് പിടിച്ചു വെച്ചോണ്ട് വന്നേക്കുന്നത്. ഇനി ഞാൻ അങ്ങോട്ട് എന്ത് കയറി കൊടുക്കണോ പറയാൻ? വേണ്ട വേണ്ട, ഉള്ള ഉയരം കൊണ്ട് നീ ഇവിടെ നില്ല്. വലിയ തമ്പി. ഓ കുഞ്ഞുമോളെ. കുഞ്ഞുമോളോ? ഓ നീ ആര്? വലിയ തമ്പി. ആരായി പേരിട്ടെ? അയ്യോ ഈ ചത്തുപോയ വലിയ ചൈ. ആർക്ക് ഭ്രാന്ത്? എടി നീ അമേരിക്കയിൽ നിന്ന് വന്നോണ്ട് അമേരിക്കൻ സംസ്കാരം ഒന്നും ഇവിടെ കാണിക്കരുത്. നീ ചാടിക്കയറി ഇങ്ങോട്ട് വന്നാ നാട്ടുകാരെന്ന് പറയും ബോധമുണ്ടോ എനിക്ക്? Oh, you stop it, Kunjala. I will the communication. No, I will stop you. Do not stop. No, never. I will stop. No, I will complain the police station. No, you complete. Relax. I will stop you. You go. No. I will do. I will stay you. Yeah, man. You come on. Yes. I will do. അല്ല ഇവിടെ എന്തോന്ന് സൗണ്ട് കേട്ടത്? കരിക്കും വെള്ളം കുടിച്ചത്. അവിടെ എന്തോന്ന് സൗണ്ട് കേട്ടത്? ഞാൻ ചെറുതായിട്ടൊരു ഐസ്ക്രീം തുടങ്ങിയത്. Come back. Come back. അയ്യോ അളിയാ, മഴ വരുന്ന ആട്ടിനെ കെട്ടിട്ട് വരാടേ. ആടിനെ കെട്ടിയതല്ല, എന്റെ പെണ്ണുമ്പോൾ അവിടെ പറഞ്ഞതാ. Come back. അളിയാ, അമേരിക്കയിൽ പോയപ്പോ ഇവള് വഴി വഴച്ചു പോയളിയാ. തമ്പാക്കൊക്കെ ചോദിക്കുന്നടാ അവള്. കമ്പാക്കല്ല, കമ്പാക്കെന്ന് പിറക്കെ ചെല്ലാൻ കേട്ടോ. എന്ത് കുഞ്ഞുമോളെ? വലിയച്ഛൻ. നമ്മുടെ വലിയച്ഛൻ. കിടക്കണ വലിയച്ഛൻ. അണ്ണൻ കേക്കണ. അണ്ണൻ കേക്കണെന്നല്ല, കേസൂണ. അപ്പൊ അണ്ണൻ കേക്കണ. എന്റെ വല്യച്ഛൻ മരിച്ചിട്ട് ഇന്നേക്ക് 1.5 വർഷം ആയിരിക്കണോ? ആഞ്ഞിലിക്കുരുവോ? ആയിരിക്കണോന്ന്. അളിയാ, ഇത് ഏത് കുരുവാടാ ഇത്? എന്തോ ആയിരിക്കണു? ഞങ്ങൾ അമേരിക്കയിലെ മതാമന്മാർക്ക് അങ്ങനെ പറയുന്ന ആയിരിക്കണോന്ന്. അമേരിക്ക മതാമാർക്ക് ഇങ്ങനെയാണോ പറയുന്നത്? പിന്നെ സന്ധ്യാസമയത്ത് കുളിച്ചീറിനോടെ മദാമ നിലവിളക്കം കൊണ്ട് തുളസിത്തറ വെച്ചിട്ട് ആയിരിക്കണു എന്ന് പറയും. എടാ നിനക്ക് ഭ്രാന്തോ? അല്ലച്ഛന് മൂടോടെ പിടിച്ചോണ്ട് ഞാനിവിടെ നിന്ന് പോയപ്പോ എന്ത് സുന്ദര കുട്ടപ്പനാട്ടിരുന്ന വല്ലിച്ചാണ്. ഇപ്പൊ താണ്ട മുടിയൊക്കെ വളർന്നൊരുമാതിരി കാട് പിടിച്ചു പോയല്ലോ വല്ലിച്ച. കുഴപ്പമില്ല, കല്ലുവെട്ടാങ്കുടി ബാബുവിന്റെ ബാർബർ ഷാപ്പിൽ കയറി നമുക്ക് പറ്റ വെട്ടാം. ആ പിന്നെ അല്ല വേണം മോടി ഒന്ന് മസാജും ചെയ്യാം. അസ്ഥി ഒഴുക്കിയിട്ട് നാളെ അങ്ങ് പോകും. പിന്നെ 5 വർഷം കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് വരുമ്പോ ഈ പൊന്നു മോളെ വല്ലിച്ച എന്താ കൊണ്ടുവരണ്ടേ? കാലയുടെ ഒരു ത്രാപ്പ് ഒരു വെട്ടുക. അതെന്തിനാടാ? നിനക്ക് മണ്ട വരെ ചെത്തി കുടിക്കാനാ. കുഞ്ഞുമോളെ, കുഞ്ഞുമോളെ, നീ വല്യച്ഛനെ അവിടെ പോയി നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ചടങ്ങ് നടത്താം. പിന്നെ ഇത് നടത്തണ്ടേ, കാര്യങ്ങൾ നടത്തണ്ടേ? പിന്നെ അണ്ണൻ കേക്കണം. അണ്ണൻ കേക്കൂണല്ല, കേസൂണൻ. അങ്ങനെ പറ. കേക്ക് സുഖം. എന്റെ വല്യച്ഛന്റെ ഒരൊറ്റ ആഗ്രഹമായിരുന്നേ, വല്യച്ഛന്റെ അസ്ഥി ജയഭാരതി ഒഴുക്കണോന്ന്. പുള്ളിക്കാരൻ നരമ്പാടാ. എന്താ ജയഭാരതി ഒഴുക്കണോന്ന്? എടാ, ഭാരതപ്പുഴ കൊണ്ട് ഒഴുക്കണം, അതാണ് പറഞ്ഞത്. അയ്യോ, എന്നാ പിന്നെ അങ്ങനെ തന്നെ നമുക്ക് ഒഴുക്കാം. ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. ആദ്യമേ നമ്മളെ കൈസറിന്റെ അസ്ഥി എടുത്തതിന് ശേഷം. കൈസറോ? Who is this കൈസർ? മഹാഭാവി കേശവൻ. കേശവൻ വല്യച്ഛന്റെ അസ്ഥി എടുക്കാനല്ലേ? അങ്ങനെ എനിക്ക് ചടങ്ങ് തുടങ്ങാളിയാ. പെട്ടെന്ന് അസ്ഥി എടുത്തിട്ട് ഈ കുടത്തെന്തൊരു വാവട്ടം കെട്ടി വെക്ക്. പാവട്ടം കെട്ടിക്കാൻ ചക്കപ്പുഴുക്കല്ല എന്റെ വല്യച്ഛനാ കിടക്കുന്നത്. അങ്ങനെ എനിക്ക് ഞാൻ മാന്തട്ടാ. മാന്താ ചേമ്പൊന്നും അല്ല, സൂക്ഷിച്ചു മാന്ത എന്റെ വല്യച്ഛനാണ്. സമയം നീ മാന്ത്. എന്തോ ഈ പട്ടി കുറയ്ക്കുന്നത്? അതെ, വല്ലാത്ത ദുശകുനമാണെന്ന് തോന്നുന്നു. അല്ല ഈ ആത്മാവ് വരുമ്പോഴത്തേന് പട്ടി കുറയ്ക്കും. നീ വാക്കത്തി വിഴുങ്ങിയാണല്ലോ എന്റെ വല്യച്ഛൻ മരിച്ചത്. അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഇതേപോലെ അലസി എവിടെയായിരിക്കുന്നെന്ന് എനിക്ക് പറഞ്ഞതാ. ഇത് എവിടത്തെ അസ്ഥിയടാ? ഇത് കൈസറിന്റെ വാല് വലിച്ച്. അതെ, ഇത് വലിക്കാതെ പോയാട്ട് അമേരിക്ക വെച്ചോണ്ട് പോവാം. ഇത് വേറൊന്നുമല്ല, ഈ വല്യച്ഛൻ ഈ ഷുഗർ ബാധിച്ചാണല്ലോ മരിച്ചത്. അപ്പൊ ഇങ്ങനെ ഇരുന്ന കക്ഷി ഷുഗർ ബാധിച്ച പെട്ടെന്ന് കുടക്കമ്പൂർ ഇങ്ങനായി. അങ്ങനെ കക്ഷി ഇങ്ങനെ വളയാൻ തുടങ്ങി. ഇങ്ങനെ വളഞ്ഞ് 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 വന്നിട്ട് ഈ നെറി നെറ്റി വന്നിട്ട് വല്യച്ഛന്റെ ഈ തള്ളവരലെ നഖത്തേൽ അടിച്ചോ.
സെപ്റ്റിക്ക് വന്ന് ചത്തതാ. അങ്ങനെ പറഞ്ഞു പോയതാ. ഇനിയിപ്പോ നമ്മൾ സമയം കളിക്കിട്ട് കാര്യമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ അസ്ഥിയൊക്കെ പറക്കി ഇതിനകത്ത് ഇടുന്ന്. കുഞ്ഞുമോളെ, വല്യച്ഛൻ്റെ അടുക്ക് അവസാനമായിട്ട് നിനക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ഒന്ന് പറ. ഞാൻ എല്ലാം പറയാൻ വന്നത്. My big father, I am going to America. You very simply comedy mana my fine. No, no, മോളാളാ വല്യച്ഛ. എല്ലാം വല്യച്ഛന് മനസ്സിലായി. അതൊക്കെ പറയാണ്, നീ അങ്ങനെ മാറിയില്ലേ? കുഞ്ഞുമോളെ, എന്നിട്ട് വണ്ടിയൊക്കെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഒട്ടും സമയം കളയായില്ല. നീ പെട്ടെന്ന് വണ്ടിക്കകത്ത് കയറിയിരുന്നു കേട്ടാ. അപ്പൊ വല്യച്ഛനെ കൊണ്ടുപോണ്ടേ? വല്യച്ഛനെയൊക്കെ ഞാൻ കൊണ്ടുവരാം. കൊടയാതെ കൊണ്ടുവരാം. അളിയാ, ഇതുവരെ അവൾ അറിഞ്ഞിട്ടില്ല. സേഫ് ആണ്. ഓക്കെ, ഈ ടൂറിസ്റ്റ് ബസ് എന്തിനാ പിടിച്ചെന്ന്? എടാ, ഈ വല്യച്ഛൻ ജീവിച്ചിരുന്നപ്പോ ഒരുപാട് സ്ഥലത്ത് പുണ്യസ്ഥലങ്ങളിൽ പോയി ദർശിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് എന്നെ കൊണ്ട് സാധിച്ചില്ല. ഈ മരിച്ചപ്പോ ഈ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണമെങ്കിൽ നമ്മളത് ചെയ്യണ്ടേ? അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ ആദ്യം മൈസൂര് പോകുന്നു. എന്തിന്? വല്യച്ഛനെ മൈസൂര് കാണിക്കണ്ടേ? അവിടുന്ന് നമ്മൾ നേരെ ഊട്ടിയിൽ പോണ്ട് കുതിരപ്പുറത്ത്. കുതിരപ്പുറത്തോ? എടാ, വല്യച്ഛന് കുതിരപ്പുറത്ത് കയറണ്ടേടാ. അവിടെ നമ്മൾ നേരെ താജ്മഹലിൽ പോകുന്നു. വല്യച്ഛനെ താജ്മഹൽ കാണിക്കണ്ടേടാ. അവിടുന്ന് നമ്മൾ നേരെ കന്യാകുമാരിയിൽ വന്നു ഉദയവും അസ്തമയവും നമ്മൾ കാണുന്നു. വല്യച്ഛന് പിന്നെ ഉദയാസ്തമയം കാണണ്ടേ? അതൊക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ തളർന്നിരിക്കുമ്പോ നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. അപ്പൊ നിനക്ക് അസ്ഥി എടുക്കല്ല, നീ ടൂറാണ് ഉദ്ദേശിച്ചത്. അപ്പൊ പിന്നെ ഇതെവിടെ ഒതുക്കാനാ? അതാ റബ്ബറുകളെല്ലാം അങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് നീ വരുന്നെങ്കിൽ വന്നാൽ എന്റെ അച്ഛനല്ലേ ഈ കൈസർ വെട്ടി ഞാൻ അടുത്തോണ്ട് ഒഴുക്കാനായിട്ട്. അതല്ല, നിന്റെ പെണ്ണുമ്പോ ടൂറിസ്റ്റ് വെച്ച് ഇരിക്കുകയാണോ? ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്നില്ല പിന്നെ സംശയം ഉണ്ടാവത്തില്ലയോ? ഓ, അത് ശരിയാണ്. എടുത്തേക്കല്ലേ. അളിയാ, ഈ പട്ടികളെല്ലാം കൂടെ എന്തില്ല നമ്മളെ പിറകെ ഓടി വരണേ? എടാ, മനുഷ്യരായാലും മൃഗമായാലും അതിന് വലിയ ആചാരങ്ങൾ. എടാ, കൈസാര പട്ടിയുടെ ബന്ധുക്കളാണ് വരുന്നത്. ഇനി ഇവിടെ നമ്മൾ അസ്ഥി എടുക്കും. വിട്ടോടാ. നല്ല കൈഡി വരട്ടെ. നസീർക്ക, നല്ല കണ്ടന്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ കണ്ടന്റിനനുസരിച്ചുള്ള തമാശകൾ എത്തിയില്ല. തമാശ കുറവായിരുന്നു. നമ്മൾ കുറച്ചുകൂടിയൊക്കെ തമാശ അതിൽ കയറ്റിയിരുന്നെങ്കിൽ കുറച്ച് രസമായേനെ. അടുത്ത പ്രാവശ്യം കൗണ്ടറുകൾ വേണം. നമുക്കറിയാം, സജിക്കൊക്കെ അറിയാമല്ലോ ഇവിടെ എന്താണ് നമുക്ക് ആവശ്യം എന്നുള്ളതറിയാം. നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ചിരിയാണ് ആവശ്യം. അപ്പം ചിരിക്കാനുള്ളത് മാക്സിമം നിറയ്ക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഏറ്റവും പാടുള്ളൊരു സംഭവമാണ് പുതിയ കൗണ്ടർ ഉണ്ടാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പക്ഷേ നസീർക്ക പറഞ്ഞ പോലെ ഉഗ്രം കണ്ടന്റ് ആയിരുന്നു. പെർഫോമൻസ് അതിലുപരിയായിരുന്നു. കാരണം ഇത് വേറെ ആരെങ്കിലും വന്ന് കളിച്ചാൽ ഇത് തറയിൽ പോകുന്ന ഒരു സ്കിറ്റാണ്. പക്ഷേ നിങ്ങൾ പെർഫോമൻസിൻ്റെ രീതിയിൽ നിങ്ങൾ അസാധ്യമായിട്ട് കളിച്ചു കളഞ്ഞു. നിങ്ങൾ 3 പേര്. ആ ഗ്ലാസ് ഫസ്റ്റ് പൊട്ടിച്ചതാണോ സഹിച്ചേൻ്റെ കയ്യിൽ നിന്ന് വീഴുന്നതാണ്? എന്നിട്ട് നിങ്ങൾ അവിടെ അടിച്ച സംഭവമല്ല, പുല്ല് പൊട്ടി എന്ന് പറഞ്ഞില്ലേ? അത് മറ്റുള്ളവരെ കൊണ്ട് പറ്റില്ല. ചിലർ പതറിപ്പോവും. അത് നിങ്ങൾ ആർട്ടിസ്റ്റിൻ്റെ കഴിവാണത്. മനസ്സിലായില്ലേ? അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. 3 പേരും നന്നായിരുന്നു. എനിക്ക് ഇതിനകത്ത് തോന്നിയെന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനകത്ത് ഒരാളെ കുഴിച്ചിട്ടിട്ട് ആ ഒരു സംഗതിയിലല്ലേ വരുന്നത്. അതിനകത്ത് നിന്നിട്ട് തമാശ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതൊരു വെല്ലുവിളി തന്നെയാണ്. കാരണം ഇവിടെ നിൽക്കുമ്പോൾ ഈ ചേച്ചിമാരൊക്കെ തന്നെ ഈ എല്ലൊക്കെ എടുക്കുമ്പോൾ ഒരു ചെറിയ ഒരു ടെൻഷൻ ഉണ്ടാവും, വിഷമം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ മിടുമിടുക്കരായിട്ടുള്ള കലാകാരന്മാരായതുകൊണ്ടാണ് അതിൽ നിന്ന് പോലും ഇവിടെ ഇവരൊക്കെ ഞങ്ങളെ ചിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം തന്നെയാണ് കേട്ടോ. നമ്മുടെ അമേരിക്കൻ ചേച്ചിയുടെ എൻട്രി ഒക്കെ ഭയങ്കര രസമായിരുന്നു. നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ടോ? അത് കളയണ്ട, അതുമായിട്ട് വീട്ടിൽ പോക്കോ. അല്ല ജീവ, ഇത്തരം ആന്റിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അമേരിക്ക. കറക്റ്റാണ്. ഇതേപോലെ പ്രത്യേകിച്ച് ഇവിടുന്ന് വന്ന ചിലരൊക്കെ റെഡി ആയിട്ട് ഗെറ്റപ്പ് ഒക്കെ മാറ്റി ഒരു ചെറിയ ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അടുത്തേലെ നിങ്ങൾ ഗംഭീരാക്കുക. താങ്ക് യു ബക്രു ചേട്ടാ. അപ്പോൾ നമുക്ക് ഇതിന്റെ മാർക്ക് ഇങ്ങോട്ട് വാങ്ങിക്കാം. ബക്രു ചേട്ടാ തന്നെ ഐശ്വര്യമായിട്ട് ഞാനൊരു 7 മാർക്ക്. 7000 രൂപ. ഓക്കെ. രണ്ടാമത് നസീർക്ക, ഞാൻ ഒരു 6000 രൂപ. അപ്പൊ ടോട്ടൽ 13 മാർക്ക് ആയിട്ടുണ്ട്. അപ്പൊ 13000 രൂപ. അസിക്ക കുറച്ച് നാളായി കാശ് അയച്ചിട്ട് ഇങ്ങോട്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. 30000 രൂപ. ഓക്കെ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോൾ 50, 60, 1 ലക്ഷം ഒക്കെ വാങ്ങിക്കണം. ഓക്കെ. താങ്ക് യു ചേട്ടാ. താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം റെഡി ആയിട്ട് ഇപ്പോൾ വിളിക്കട്ടെ? വിളിക്കൂ. ലെറ്റ്സ് വെൽക്കം ഷെജീർ, ബാസ്റ്റിൻ ആൻഡ് രമ്യ.
പതിവ് പോലെ പാട്ടും വീണു, ഞങ്ങൾ കൈ കൊടുത്തു, കസാരയിലിരുന്നു, കറങ്ങി. ഈ ഡിറ്റക്ടീവ് ഓഫീസിൽ എല്ലാ ദിവസവും കസാരയിലിരിക്കുന്നു, കറങ്ങുന്നു. പക്ഷെ ഒരു കേസ് പോലും ഞങ്ങൾക്ക് വരുന്നില്ല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. കേസുകളില്ലെങ്കിൽ നാട്ടിൽ നമുക്ക് വെറും പട്ടിയുടെ വിലയായിരിക്കും. സുദേവാ, നീ ഇത് ആരോടാണ് പറയുന്നത്? നിന്നോട്. ഞാൻ ഇവിടെയാണ്, അവിടെ ഇരിക്കുന്ന ജീവയാടാ. സോറി ബ്രോ, ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, അതേ സമ്മതം അറിയോ, കറങ്ങിയപ്പോ എന്റെ റിലേ അങ്ങോട്ട് നഷ്ടപ്പെട്ടു. എങ്ങനെ റിലേ പോണ്ടിരിക്കുക? നമ്മൾ CID മാരെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് കേസില്ല. ആര് പറഞ്ഞു ഇവിടെ കേസില്ലെന്ന്? ഇന്ന് രാവിലെ FBI എന്നും കൂടെ കേസ് ഇവിടെ വന്നേ ഉള്ളൂ. ഓ, ഫ്രഞ്ച് ബാങ്ക് ഓഫ് ഇന്ത്യ? ഫ്രഞ്ച് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ല, നമ്മളെ പോലെ പണി എടുക്കുന്ന ആൾക്കാരുള്ള ഏജൻസി ഉള്ള സ്ഥലമാണ്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് വൈകുന്നേരം കൃത്യം 3 മണിയാകുമ്പോഴേക്കും അമേരിക്കയിൽ ഹെറോയിനുമായിട്ട് ഒരു റാക്കറ്റ് എത്തുമെന്ന്. ഓ, 3 മണിയാവാൻ എത്ര മിനിറ്റ് ഉണ്ട്? ഒരു 3 മിനിറ്റ് ഉണ്ട്. ഓ മൈ ഗോഡ്. ദേവാദി എവിടെ പോണു? അമേരിക്കൻ എന്തോ റോക്കറ്റ് വരുന്നു. റോക്കറ്റ് വരുന്നല്ല, അമേരിക്കൻ റാക്കറ്റ് വരുന്നുണ്ടെന്ന്. റാക്കറ്റ്. ഈ റാക്കറ്റിന്റെ പ്രധാന കണ്ണിയാരാണ്? നമ്പർ 1. 3 മിനിറ്റ് സമയമുള്ളൂ, പെട്ടെന്ന് പോയിട്ട് വാ. എവിടെ? നമ്പർ 1. എനിക്ക് പഠിക്കാൻ പോകുന്ന കാര്യമല്ല പറഞ്ഞത്. നമ്പർ 1 അതിലെ ഒന്നാമൻ വിൽഫ്രഡ് ഫ്രാൻസിസ് ഫെറാരി ഡിസൂസ. സുദേവാ, നമുക്ക് ഈ കേസ് വേണ്ട. നീ എന്താ പറയുന്നത്? ദേവാ, നമ്മൾ ഈ കേസ് എടുത്തില്ലെങ്കിൽ ഈ ഹീറോയിൻ ഉപയോഗിച്ച് കേരളത്തിൽ നിരവധി ആൾക്കാർ മരണപ്പെടും. നമ്മൾ ഈ കേസ് എടുത്ത് കഴിഞ്ഞാൽ ഉമ്മാരൊക്കെ പേര് പറഞ്ഞ് നാക്കു കുരുങ്ങി മരിക്കുന്നത് നല്ലത്. നമുക്ക് ഈ കേസ് അങ്ങോട്ട് വിടുന്നല്ലടാ. ശരി, ഞാനിത് പഠിക്കാൻ കുറെ കഷ്ടപ്പെട്ടു. അപ്പൊ ആ കേസും പോയി. ഇനി നമുക്ക് കേസില്ല. ആര് പറഞ്ഞ്? കഴിഞ്ഞ കൊല്ലം അത്തച്ചിട്ട് നടത്തി പൊട്ടിയതിന്റെ കേസ് ഇപ്പോഴും നടക്കുക. നമ്മുടെ കേസിന്റെ കാര്യമല്ല പറഞ്ഞത്, നമുക്ക് അന്വേഷിക്കാൻ വേറെ കേസില്ലെന്ന്. കേസുണ്ട്. കഴിഞ്ഞ ആഴ്ച ഗവൺമെന്റ് LP സ്കൂളിൽ നിന്ന് 2 ചാക്കരി കാണാവൂലായിരുന്നു. നമ്മൾ കണ്ടെത്താൻ വേണ്ടി ലാസ്റ്റ് ചോദ്യം ചെയ്യാൻ ലാസ്റ്റ് ഒരു കഞ്ഞി ചേച്ചി വെച്ചില്ലേ, ആ ചേച്ചി ചോദ്യം ചെയ്യലിന് വന്നിപ്പുണ്ട്. ഒരു 5 മണിക്കൂർ കഴിയുമ്പോ കേറി വരാൻ പറ. നമ്മൾ ഡിറ്റക്റ്റീവ് അല്ലേ, നമ്മളിവിടെ ചോദ്യം കുത്തിരിക്കുന്ന ആൾക്കാരെന്ന് വിചാരിക്കരുത്, നമ്മൾ തിരക്കുള്ള ആൾക്കാരെന്ന് തോന്നണം. എന്റെ ദേവ, ആദ്യമായിട്ടാണ് ഒരു പുള്ളിക്കാരി ഇങ്ങോട്ട് വേണ്ടി എന്നെ ചോദ്യം ചെയ്യുന്ന വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ചോദ്യം ചെയ്തേ പറ്റൂ. ശരി, അങ്ങനെ നമുക്ക് ചോദ്യം ചെയ്യാം. നീ ഒരു പണി, അവരെ പോയി വിളിച്ചിട്ട് വാ. വിളിച്ചിട്ട് വരുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താ? കണ്ണ് കെട്ടി തോക്ക് ചൂണ്ടിട്ട് വേണം വരാൻ. ഈ തോക്ക് ചൂണ്ടിട്ട് ഞാൻ കണ്ണ് കെട്ടി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ എന്തെങ്കിലും ചെയ്യുന്നു പറയുന്നത് ചെയ്യാവോ? വേഗം പോട്ട് വാ. ഇനി അവര് വരുമ്പോ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കണം. എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും ഞാൻ ആലോചിക്കട്ടെ. ഞെട്ടില്ല വട്ടയില ചോദിച്ചാൽ എളുപ്പ ചോദ്യമാണ്. കാളകിടക്കും കൈറോടും അയ്യോ, അതൊക്കെ സിമ്പിൾ ചോദ്യം. ഞാൻ ടഫ് ചോദ്യം ഇതിൽ ആലോചിച്ച് വെക്കട്ടെ. എന്തോ 4K ദേവദൂത ഞാൻ കണ്ടതാണ്. നീ വന്നേ മോനെ. നിന്നോടേ ഞാൻ കണ്ണ് കെട്ടി വരാനാണോ പറഞ്ഞത്, പെണ്ണ് കെട്ടി വരാനാണോ പറഞ്ഞത്? എന്നിട്ട് കണ്ടിട്ട് പെണ്ണ് കെട്ടി വന്ന പോലെ ഉണ്ടല്ലോ അത്. ഇത് എന്തിനാ നീ കാണിച്ചു വെച്ചത്? എങ്ങനെയാണ് കാണിച്ചു വെക്കുന്നത്? ഇവൻ അവിടെ വന്നിട്ട് എന്താ പറഞ്ഞത്? അല്ല, എന്നോട് പറഞ്ഞു പുള്ളിയുടെ കണ്ണ് കെട്ടാൻ. അപ്പൊ അവൻ എന്ത് പറഞ്ഞു? ഇറുക്കി കെട്ടാൻ പറഞ്ഞു. കാരണം ടൈറ്റ് ആയിട്ട് കെട്ടില്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇഷ്യൂസ് ഉണ്ടാവും. ഇതെന്താണ് ഇങ്ങനെ വെച്ചേക്കുന്നത്? അല്ല, ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ എന്റെ നെറ്റിയിൽ തോക്ക് ചൂണ്ടാൻ പറഞ്ഞു. എടാ പെടകാല, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ എന്തെന്നാടാ? എടാ പെണ്ണിന്റെ കണ്ണ് കെട്ടിയിട്ട് നീ ആ തോക്ക് വെച്ച് ചൂണ്ടി വരാനാണ് ഞാൻ പറഞ്ഞത്. എന്നോട് കൃത്യം ഇഷ്ടമായിട്ട് കാര്യം പറഞ്ഞു തരണം. ആ തോക്കും തരാവോ? എങ്ങനെയാണ് CID മാർ പെരുമാറുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഹാൻഡ്സപ്പ് എന്നാണ് സിപ്പപ്പ് എന്നാണ് പറഞ്ഞത്. എന്നിട്ട് സിപ്പപ്പ് കണ്ട രാഗം. എന്റെ പൊന്നാന്റി ഹാൻഡ്സപ്പ് എന്ന് പറയുമ്പോ കൈ പൊക്കിട്ട് ഇങ്ങനെ പേടിച്ചില്ല. ഒന്നാമത് ഈ കൂടെ പടുകൂറ്റമാണവൻ. നിക്ക് ആ കാണിക്കേ. അനങ്ങി പോവരുത്. അനങ്ങിയാൽ ഉന്നം തെറ്റും. നീ ഇത് തെറ്റിക്കാനായിട്ട് നടക്കാണ്. ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞു ഒപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞു. ഓക്കെ, ഹാൻഡ്സ് അപ്പ്. ഇതിന്റെ പേരെന്താണ്? തോക്ക്. ഇത് പിടിച്ചടാ, ഇത് പിടിച്ച. ഇതിന്റെ പേരെന്താണ്? ഇത് തോക്ക്. എടാ അതല്ലെന്ന്, ഞാൻ ഇതിന്റെ പേരാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പേരെന്താണ്? സുദേവൻ, പ്ലീസ് നോട്ട് ഭാമ. തെളിയില്ല. ആര് പറഞ്ഞു? തെളിയാത്ത ഏത് കേസ് ഞാൻ തെളിയിക്കും. അയ്യോ അതല്ല, പേന റീഫില്ലർ തെളിയത്തില്ല. എന്നാലും ഒരു വന്നിട്ട് ഞാൻ ഒരു റീഫില്ലർ മേടിക്കാൻ വേണ്ടി പറഞ്ഞാണ് സുദേവ. അത് ഞാൻ 1 രൂപയുടെ ബിസ്ക് മേടിച്ചു തന്നു. ഈ തൊണ്ടവേനയ്ക്ക് കഴിക്കുന്ന മിഠായി. എടാ അത് വിക്സ്. എടാ പേന ഇല്ലാണ്ട് നമ്മൾ എങ്ങനെ എഴുതുന്ന പറഞ്ഞിരിക്കുന്നത്? കുഴപ്പമില്ല, എന്റെ റൂളി പെൻസിൽ ഉണ്ട്. റൂളി പെൻസിലാ? കരിക്കട്ട എന്ത് വെച്ചാൽ എഴുതി നീ? കരിക്കട്ട വെച്ച് എഴുതാൻ പറ്റത്തില്ല. അതെന്താ? രാവിലെ ഉമ്മിക്കരി തീർന്നുകൊണ്ട് കരിക്കട്ട പൊടിച്ചാണ് ഞാൻ പല്ല് വെച്ചത്. എടാ നീ പല്ല് വെച്ചായിരുന്നോ? ഞാൻ പല്ല് വെച്ചില്ല. അതിന്റെ മണം എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആണോ? എന്തായാലും കുഴപ്പമില്ല. എനിവേ ദേവാ, ആ ചായ എടുക്കരുത്, തിളച്ച ചായയാണ്, കൈപൊള്ളും. നോ പ്രോബ്ലം. അപ്പൊ ഒരാഴ്ച മുമ്പ് LP സ്കൂളിൽ നിന്നും 2 ചാക്കാരി മോഷണം പോകുന്നു. ഈ മോഷണ കേസിലെ പ്രതി അന്വേഷിച്ചാണ് നമ്മൾ ഇത്രയും നടന്നത്. സോ കൈപൊള്ളി. ഞാൻ പറഞ്ഞത് കേരളസ് ആണ്, നീ ഇതിന്റെ കൈപൊള്ളു സൂക്ഷിച്ചു നോക്കണം. അയ്യത് ഞാൻ പൊള്ളിട്ട് ഷോ എന്ന് വെച്ചല്ല, ഞാൻ ഇംഗ്ലീഷിൽ സോ എന്ന് പറഞ്ഞാണ്. കണ്ടിന്യൂ. സോ there is something. Yes, there is something. There is something. There is something. There is something. ദേവാ, ബാക്കി പറ, എനിക്ക് ചോര വിട്ടു. There is something. ഞാനേ കുറച്ച് നേരത്തെ കൈ പൊള്ളിട്ട് ഷോ തന്നെ പറഞ്ഞു. സംതിങ് കിട്ടൂല. നിങ്ങൾ ആരുടെ പറഞ്ഞു ഇംഗ്ലീഷ് അടക്കി കയറി പറയാനായിട്ട്? നീ ബാക്കി ചോദിക്കും. ഓക്കെ, അപ്പോൾ അരിമോട്ടിച്ച പ്രതിയാണ് നിങ്ങൾ. ഇനി നിങ്ങളെ കോടതിയിൽ ഹാജരാക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടോ? നിന്റെ കയ്യിൽ ഉണ്ടോ?
ഒരു ബൈക്ക് ഇടുവാണെങ്കിൽ അപ്പുറത്തെ ജംഗ്ഷനിൽ പോയിട്ട് മേടിച്ചോണ്ട് വരും. എന്ത് എവിടെ ഹാൻഡ്സ് കിട്ടും ചോദിച്ചു. മണ്ടന്മാരെ, ഹാൻഡ്സ് ഉണ്ടോന്നല്ല, നിങ്ങൾക്ക് തെളിവുണ്ടോ? ഞാൻ ഇന്നലെ രാത്രി നിന്റെ അടുത്ത് മലയാളത്തിൽ പറഞ്ഞാ അര മേടിച്ചിട്ട് അങ്ങനെ മണക്ക് മണക്ക് അടിക്കരുതെന്ന്. ഇപ്പൊ പെണ്ണ് പറഞ്ഞോ നമുക്ക് വെളിവില്ലെന്ന്. അത് പിന്നെ അമ്മ ഇന്നലെ അടിച്ചു പോയി കുറച്ച് കൂടി പാൻറ് മിസ്റ്റേക്ക് ആണെന്ന് ക്ഷമിക്കണം. അയ്യോ, നിങ്ങൾക്ക് വെളിവുണ്ടോന്നല്ല ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ വേണ്ടത്ര തെളിവുണ്ടോന്ന്. തെളിവുകൾ ഒരുപാടുണ്ട്, പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇവിടെ ഇരിക്കൂ, ചോദിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പ്രധാന അധ്യാപകനുമായി അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പ്രധാന എന്റെ വഴിയാണ്, നിന്റെ വൺവേ ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ പോട്ടെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ വരുന്നില്ലടാ, നീ ഇല്ല പറഞ്ഞ നിന്റെ വഴിയാണെന്ന്. എന്റെ പുറകെ പാടതി ഞാൻ എന്ത് കാഞ്ചനമാരുടെ പുറകെ ഇറക്കാൻ വേണ്ടി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പ്രധാന അധ്യാപകനുമായി പൊന്നൂരിലെത്തി. പൊന്നൂരിലെത്തിയ ശേഷം നിങ്ങൾ 101 നമ്പർ കിടക്കെടുത്ത് കടിച്ചു മുറിച്ചു. മാഷിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അങ്ങനെ അല്ല, 101 നമ്പർ മുറിയെടുത്ത നിങ്ങൾ കിടക്ക പങ്കിട്ടു. കഷ്ടം. അതെ, കഷ്ടം 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 കഷ്ടമുള്ള കഷ്ടം എന്നാ പറഞ്ഞത്. കണ്ടില്ലേ ഈ അലമ്പായ സ്ത്രീ പറയുന്നത്? സ്ത്രീയല്ല അലമ്പായത്, ആ മാഷാണ് അലമ്പ. ഈ അലബയായ സ്ത്രീ പറയുന്നത് കണ്ടില്ലേ? അല്ല, ഈ അബലയായ സ്ത്രീ പറയുന്നത് കേട്ടില്ലേ? 101 നമ്പർ മുറിയിൽ വെച്ച് ആ ഹെഡ് മാസ്റ്റർ ഇവരോട് അപമര്യാദയെ പെരുമാറി. എന്ത് പുല്ലേലും കഷ്ടം. ലോകപ്രശസ്തയായ 2 CID-മാര്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഒരു ഹോട്ടലിൽ ഒരു രാത്രി ഒരുമിച്ച് കിടന്നാൽ കിടക്ക പങ്കിടുന്നതാവോ? ആണെങ്കിൽ ആഹാ, അപ്പൊ ഞാൻ ഇന്നലെ ദുസ്വപ്നം കണ്ടോന്നല്ല. ചേച്ചി ചേച്ചി അവിടെ ഹോട്ടലിൽ പോയായിരുന്നല്ലോ, അത് കഴിഞ്ഞ് അവിടെ എന്താ സംഭവിച്ചത്? റൂമിലേക്ക് 2 ചായ ഓർഡർ ചെയ്തു. എന്നിട്ട് സാറിന് ചൂട് ചായ ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം. സുധവൻ പ്ലീസ് നോട്ട്. ഓക്കെ, സാറിന് ചായ ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം. സാറിന് ചായ ഊതി ഊതി എടാ ഊതി നീ ഊതി ഊതി നീ എന്തെന്നൊക്കെയാണ് എഴുതി വെക്കുന്നത്. നീ ഒരു കപ്പും ആവി പറക്കേണ്ട ഒരു പടം വരച്ചു എന്താടാ കപ്പിന്റെ താഴെ വേര് വന്നേക്കണം. കപ്പിന്റെ ട്രൗസർ കപ്പിന്റെ അടി ഇടുന്നത്, കപ്പിന്റെ സോസർ അങ്ങനെ പറയുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ എങ്ങനെയാണ് ഈ കഞ്ഞിപ്പുരയിലെത്തിയത്? എന്റെ അച്ഛനായിരുന്നു പ്രചോദനം. പ്ലീസ് നോട്ട്, കലാഭവൻ പ്രചോദാണ്. അച്ഛനാണ് പ്രചോദനം എന്ന് പറഞ്ഞത്. അയ്യോ, എന്റെ അച്ഛൻ ചെയ്തോണ്ടിരുന്ന ജോലി അതാ എനിക്ക് കിട്ടിയത്. ഓക്കെ, എന്താണ് അച്ഛന്റെ പേര്? കുഞ്ഞിക്കണ്ണൻ. സുധാവൻ പ്ലീസ് നോട്ട് ചെയ്യല്ലേ. കുഞ്ഞിക്കണ്ണൻ എന്നാണ് പേര്. കുഞ്ഞിക്കണ്ണൻ എന്നാണ് പേര്. നിനക്കത് തെറ്റും. അതുകൊണ്ട് ഒരു കുഞ്ഞിന്റെയും 2 കണ്ണും മാത്രം വരച്ചു വെച്ചാൽ മതി. ശരിക്കും സംഭവം അറിയോ, ഈ പുള്ളിക്കാർക്ക് ശരിക്കും നിന്നെ ഒരു പേടിയില്ല. അതാണ് പേടിയില്ല. അപ്പൊ നമ്മൾ പേടി വരുത്താൻ നമ്മൾ എന്ത് ചെയ്യണം? നീ പോയിട്ട് താടി വെക്കണം. എടാ ഒരു വക തിന്നാനില്ല, പിന്നെ എങ്ങനെ തടി വെക്കും? താടി വെക്കണം. നീ പോയിട്ട് താടി വെക്കണം. താടി വെച്ചാൽ കേട്ടിട്ടില്ലേ, താടി ഉള്ളപ്പനെ പേടിയുള്ളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല മോനെ. കാല് മടക്കി ഒറ്റ തൊഴിൽ വെച്ചാൽ അവിടെ കിടക്കും. അങ്ങനെയെങ്കിൽ ഇവിടെ തള്ള നമുക്ക് കൊണ്ടുവരാം. എന്ത് കാര്യത്തിനാ? കേട്ടിട്ടില്ലേ, തള്ള ചവിട്ടിയാ പിള്ളക്ക് കേടില്ലാന്ന്. എടാ സുധേവ്, ഇതൊക്കെ നീ എങ്ങനെ പഠിച്ചത്? പഴഞ്ചൊല്ലി പതിരില്ലടാ. ആരാണ് പഠിപ്പിച്ചത്? എന്റെ കൂട്ടുകാരൻ. വന്നോ, അവനെ വിളിക്കണം, എനിക്കും കൂടി പഠിക്കാനടാ. അയ്യോ, അവന് വരാൻ പറ്റത്തില്ല. അവനെ പട്ടി കടിച്ചു. പട്ടി കടിച്ചാ? ഈ കുരയ്ക്കുന്ന പട്ടി കടിക്കത്തില്ല എന്നുള്ള പഴഞ്ചൊല്ലി കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി പട്ടി അണ്ണാക്കി കൊണ്ട് കൈട്ടാ. പട്ടി ആർജം പറഞ്ഞു കടിച്ചു. കുഴപ്പമില്ല ചേച്ചി, അവൻ അക്കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലായി, അടി തെറ്റിയാൽ ആനയും വരും. നിന്റെ കൂട്ടുകാരൻ സെബാന. പഴമാണല്ലേ? അയ്യോ, ബനാന എന്നല്ല, സെബാന. അതാണ് ഞാൻ ഇത്രയും മണ്ടത്തരം കാണിക്കണമെങ്കിൽ അവൻ പഴമാണ്. ദേവാ, എന്റെ കൂട്ടുകാരൻ സെബാന നീ കുറ്റം പറയില്ലേ. നിനക്കറിയാൻ പാടില്ല, ഭാവിയിൽ എന്റെ അളിയനാകേണ്ടവനാണ് ഈ സെബാന. അവന്റെ പെങ്ങളെയാണ് ഞാൻ കെട്ടാൻ പോണത്, ഇവാന. ഈ ഓന്തിനാണ് കെട്ടാൻ വേണ്ടി? അത് ഇഗ്വാന. നിനക്ക് കേസാണ് വേണ്ടത്, കെട്ടാണ് വേണ്ടത്? കേസ് കെട്ട്. അല്ല, ഈ കേസ് പിടി. എങ്ങനെയെങ്കിലും ഒന്ന് ചോദിക്കട്ടാ. അങ്ങനെയെങ്കിൽ നിങ്ങൾ കഞ്ഞിപ്പുരയിൽ കഞ്ഞി വെക്കുമ്പോൾ സാധാരണ അവിടെ വരാറുള്ളത് നീരാവിയും പുകയും. അല്ല, എന്റെ വീട്ടിലും കഞ്ഞി വെക്കുമ്പോൾ വരുന്ന നീരാവിയും പുകയാണ്. ഒരു പോയിന്റ് അങ്ങോട്ട് കൊടുക്കണം, ഫസ്റ്റ് സമ്മാനം കൊടുക്കും. എങ്ങനെയെങ്കിലും ചോദിക്കട്ടാ. നിങ്ങൾ സാധാരണ കഞ്ഞിപ്പുര കഞ്ഞി വെക്കുന്നതിന് പകരം ആ സ്കൂളിൽ അവിടെ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. പാവപ്പെട്ട പിള്ളേരെ പട്ടിയെ വിട്ട് കടിപ്പിക്കുന്ന ക്രൂരയാണ് ഇവർ. പട്ടിയെ വിട്ട് കടിപ്പിക്കുന്നല്ല, ഞാൻ കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. പിള്ളേരെ വെച്ച് കഞ്ഞി വെപ്പിക്കുന്നു. അങ്ങനെയൊന്നും അല്ല, ഞാൻ സമയം കിട്ടുമ്പോ കുട്ടികളെ കണക്ക് പഠിപ്പിക്കാറുണ്ട്. ഓ, കണക്കൊക്കെ അറിയോ? കണക്കറിയോന്നല്ല, കണക്കറിയാമോ? കണക്കറിയാലോ. ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പൊ ഹരിക്കാനൊന്നും അറിയില്ല? ഹരിക്കും അറിയൂല, ഇവനറിയൂല, എനിക്കറിയൂല. അല്ല, ഹരണം അറിയോ? ഇവൻ നന്നായിട്ട് കരണം അറിയും. ഗുണിക്കാൻ അറിയോ? അയ്യോ, ചിരിക്കാൻ അറിയാമോ നല്ല ചോദിച്ചത്. ഗുണിക്കാൻ അറിയാമോന്ന്? അറിയൂല. അയ്യോ, അപ്പൊ കൂട്ടാനൊന്നും ഇല്ലട്ടോ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് 3 കാന്താരികൾ കൊണ്ടു ചതച്ചിട്ടാണ് ഞാൻ ഉണ്ടായിരിക്കണം. കൂട്ടാൻ കാര്യം പറയല്ലേ. അയ്യോ, എന്റെ സുഹൃത്തെ, ഞാൻ ചോദിച്ചത് കണക്കിൽ കൂട്ടാനോ ഗുണിക്കാനോ കുറയ്ക്കാനോ ഒക്കെ അറിയാവൂന്നാ. ഒന്നും അറിയാൻ പാടില്ലെന്നേ.
ടീച്ചറെ ഒരു മിനിറ്റ്. ടീച്ചറോ? അല്ലെ ഇന്നലത്തെ ഹോംവർക്ക് ചെയ്തായിരുന്നു. ഞാൻ ചെയ്തായിരുന്നു. എന്നിട്ടാണ് പറയുന്നത് ടീച്ചർ എന്നെ കൂടെ വഴക്ക് പറയത്തില്ല. നീ എന്റെ കേസിനെ വഴിതെറ്റിക്കാണോ? യോ പറച്ചിലെടുത്തൊന്നും എല്ലാ കേസും കറക്റ്റ് വഴി കൂടെ പോണേ. അങ്ങനെയെങ്കിൽ നീ എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞടാ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ചോദിച്ചറിഞ്ഞോട്ടാ. ചുമ്മാ അങ്ങനെയെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ കഞ്ഞിപ്പുരയിൽ അവിഹിതമായ ആരെങ്കിലും വന്നിരുന്നു? അവിഹിതമായോ? മറ്റേ സംഭവം എന്താ? അവിചാരിതം. അതെ, അവിചാരിതമായ ആരെങ്കിലും വന്നിരുന്നു? വന്നിരുന്നു. എന്റെ സുഹൃത്ത് വന്നിരുന്നു. അതാരാ? 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 ചോദിക്കുന്നത് അതാരാണെന്ന്. എടാ മണ്ട, അതല്ലേ പറഞ്ഞത്. അവൾ ആ താര. ഐ സീ, താര. ഇത്താരല്ല, വെറും താര. വെറും താര. ഈ താര എങ്ങനെ ഇരിക്കും? കുത്തിയിരിക്കും. 1992. ആഹാ, അപ്പൊ അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയല്ലേ? അതല്ല, 1992 കോമഡിയാണ്. എങ്ങനെ ഇരിക്കും ചോദിക്കുമ്പോ ഇങ്ങനെ ഇരിക്കുന്നു പറഞ്ഞൊക്കെ. അതൊക്കെ മാറ്റി പിടിക്കാനുള്ള സമയമായില്ല കുട്ടി. അയ്യോ, ഞാനൊരു പഴഞ്ച സ്കൂളിലെ പഴയ കഞ്ഞി വെക്കുന്ന ആയ. ഇവിടെ അതൊക്കെ പോവും. പക്ഷെ ഇവിടെ പുതിയതേ പോളൂ, കാരണം ഇത് ഐറ്റം വേറെ, ഇല്ലെങ്കിൽ ടീം സ്പ്ലിറ്റ് ചെയ്ത് കളയും. അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ. ഹലോ സുദേവ, നീ ഒന്നും വന്നടാ. അപ്പൊ നമ്മുടെ കേസിന്റെ ഏകദേശം ക്ലൈമാക്സ് ആയിട്ടുണ്ട്. ഈ പെണ്ണ് പറഞ്ഞ കാര്യങ്ങളും നമ്മൾ എഴുതി ചേർത്ത കാര്യങ്ങളും ചേർത്ത് നാളെ പോലീസ് നമ്മൾ റിപ്പോർട്ട് നൽകുന്നു. ആ റിപ്പോർട്ടിങ് തന്നെ. ഓക്കേ സുദേവ, ഇത് എന്തെന്നാടാ റിപ്പോർട്ട് എഴുതാൻ പറഞ്ഞപ്പോ നീ മൊത്തം പടം വരച്ചു വെച്ചേക്കാനല്ലടാ. നീയല്ലേ പറഞ്ഞു എനിക്ക് എഴുതാൻ അറിയാൻ മേലത്തെല്ലാം വരച്ചു വെച്ചാൽ മതി. എടാ, ഇത് ഞാൻ കൊണ്ടിട്ട് അവിടെ എങ്ങനെ പറഞ്ഞു തീർക്കുന്നത്? നീ അപ്പൊ എന്നോട് എന്നാ പറഞ്ഞേ? ഈ പടം കണ്ട് നീ അങ്ങോട്ട് ഊഹിച്ചോളാന്നല്ലേ? നീ അതും അങ്ങോട്ട് ഊഹിച്ചാ മതി. സുദേവ, നീ എന്നെ കൊണ്ട് ഊഹിപ്പിക്കല്ല ചെയ്തത്, നീ എന്നെ കൊണ്ട് ഇവിടെ നിന്ന് ഊരിക്കടാ. വളരെ ബുദ്ധിശാലികളായി ഈ രണ്ട് ഡിറ്റക്റ്റീവ്സിനും ഒരു നല്ല കൈയടി. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നിങ്ങൾ നല്ല ഫാസ്റ്റിലുള്ളത് കളിച്ചു. പക്ഷെ തമാശകളുടെ ഒരു ക്ഷാമം ഫീൽ ചെയ്തു. നമ്മുടെ ഇവിടെ നിന്നുള്ള റിയാക്ഷൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ചിരി കുറവാണോ കൂടുതലാണോ എന്നുള്ളത്. ഞങ്ങളുടെ മാത്രമല്ല, നമ്മുടെ ഓഡിയൻസിൻ്റെയൊക്കെ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ചിരി വേണം, ചിരിയാണ് അത്യാവശ്യം. ഓക്കെ, അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. രമ്യ, ഈ സ്കിറ്റില് കഞ്ഞിവെപ്പുകാരി ആണെങ്കിൽ പോലും രമ്യ യഥാർത്ഥ സ്കൂളിലെ ടീച്ചറാണ്. ആണോ? ആ, നമ്മളെ പ്രശാന്തില്ലേ, പ്രശാന്തിന്റെ വൈഫാണ്. ഏത് സ്കൂളിലാ? ഞാന് സത്യസായില പഠിപ്പിച്ചോണ്ടിരുന്നത്. ഇല്ല. ഏതൊക്കെ വിഷയമായിരുന്നു? ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. കമ്പ്യൂട്ടർ സയൻസ്. ഓ, അടിപൊളി. അതാണ് ആ വീട്ടിലെ വിഷയം. അപ്പോൾ രമ്യ ഭയങ്കര ഒരു കലാകാരിയായി മാറിയിരിക്കുന്നത് കേട്ടോ, സത്യം. അതുപോലെ ബാസ്റ്റിന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് ബാസ്റ്റിൻ. പക്ഷേ ബാസ്റ്റിൻ കളിക്കുമ്പോഴേ എനിക്ക് തോന്നുന്നത് ഡാൻസ് കളിക്കുമ്പോൾ ഒരു സാധനം ഫീൽ ചെയ്തിട്ട് എനിക്ക് തോന്നിയതാണ്. ഇനി വേറെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഭയങ്കര പവറാണ്. ഇത് എവിടെയൊക്കെ താഴ്ന്നു പോയെന്നറിയാമോ? പക്ഷേ ബാസ്റ്റിൻ്റെ കളിയിൽ ഒരേ ലെവലിൽ അങ്ങ് നിന്ന്, കൗണ്ടറുകൾ കുറവാണെങ്കിൽ പോലും ഒരേ ലെവലിൽ നിന്ന്. പിന്നെ ഷജീറൊക്കെ ഇവിടെ കിടന്ന് പൊളിച്ചടിക്കിയ ആൾക്കാരാണ്. എന്തായാലും ചെറിയ ഹ്യൂമറിൻ്റെ വലിയ കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്. അല്ല, വേറെ നിങ്ങളായതുകൊണ്ട് ഇത്രയും ഒരു ടെമ്പോയിൽ പോയിട്ട് ആ ഒരേ ടെമ്പോയിൽ തന്നെ കൊണ്ട് നിർത്തി. എന്തായാലും അടിപൊളി. ഇനി വരുമ്പോൾ പൊളിക്കാം കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു അസിസ്ക. ചേട്ടാ, ഷജീറിൻ്റെയും രമ്യയുടെയും സ്കിറ്റ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്, പെർഫോമൻസുകൾ. ഈ ഒരു സ്കിറ്റിന് എനിക്ക് തോന്നിയതിൻ്റെ സ്ക്രിപ്റ്റ് കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. കാരണം ഇതിൽ വന്നിരിക്കുന്ന നല്ല തമാശയ്ക്കൊക്കെ നമ്മുടെ ഓഡിയൻസ് ചിരിച്ചിട്ടുണ്ട്, കൈയടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർഡ് ആവുക, എന്നിട്ട് കുറച്ചും കൂടി ഇതായിട്ട്. കാരണം ബാസ്റ്റും നിങ്ങൾ രണ്ടുപേരുടെ ആ ഒരു കോമ്പിനേഷൻ രസമുണ്ട്. നല്ല നല്ല സ്കിറ്റുകൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ് അല്ലേ? നല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജോണർ ചിലർ വരുമ്പോൾ നമുക്കറിയാം നല്ല രസമുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും കൂടുതൽ ഗംഭീര സ്കിറ്റുകൾ നിങ്ങളിൽ നിന്നുണ്ടാവും, യാതൊരു സംശയമില്ല കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു പക്രുചേട്ടാ. അപ്പോൾ ഈ സ്കിറ്റിന്റെ മാർക്സ് പക്രുചേട്ടൻ തുടങ്ങാം. 6. 6000 രൂപ. അസീർക്ക? ഞാൻ 5. 6, 5, 11, ടോട്ടൽ 11,000 ആയിട്ടുണ്ട്. അസീസ്ക, ടോട്ടൽ എമൗണ്ട് 15,000 രൂപ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം കുറെ കൂടെ ഉഷാറായിട്ട് വലിയ മാർക്കുകളും പൈസ വാങ്ങിക്കും. ഓക്കെ, താങ്ക് യു ബാസ്റ്റിൻ. താങ്ക് യു. പ്ലീസ്. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഇന്നത്തെ സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നാ പിന്നെ നമുക്ക് പോയേക്കാം. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ നല്ല ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് വരാം. ഓക്കെ, അപ്പൊ ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.